ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 അഡോളസൻ സൈക്കോളജി തിയറി ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്ടോബർ 2023 നടത്തിയ എക്സാമിൻ്റെ സൈക്കോളജി ഭാഗത്തുള്ള അഥവാ അഡോളസൻ സൈക്കോളജി ഭാഗത്തുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് മുമ്പത്തെ വീഡിയോയുടെ ലിങ്കുകളൊക്കെ നമ്മൾ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തൊരു 10 ചോദ്യങ്ങൾ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് നമ്മൾ ഇന്നത്തെ 10 ചോദ്യങ്ങൾ ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് ചോദ്യം, എറിക്സൺ പുട്ട് ഫോർത്ത് ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റേജസ് ത്രൂ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഡെവലപ്സ്. എറിക്സന്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അതിൽ ദ സ്റ്റേജ് വിച്ച് ഈസ് മോസ്റ്റ് ആപ്ലിക്കബിൾ ഫോർ അഡോളസെൻറ്റ്. ഇതിൽ ഏത് സ്റ്റേജാണ് അഡോളസെൻറ്റിന് മോസ്റ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ എറിക്സന്റെ കുറച്ച് സ്റ്റേജുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻഫാൻസി സ്റ്റേജ് എന്ന് പറയുന്നത് ട്രസ്റ്റ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻഫാൻസി സ്റ്റേജ് എന്ന് പറയുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. ഏർലി ചൈൽഡ്ഹുഡ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. പ്ലേ ഏജ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. സ്കൂൾ ഏജ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയറിറ്റി. അഡോളസൻസ് ഐഡന്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ. ഏർലി അഡൾട്ട്ഹുഡ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. മിഡിൽ ഏജ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റഗ്നേഷൻ. ആൻഡ് ഓൾഡ് ഏജ് ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ. അതിൻ്റെ ഒക്കെ വയസ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻഫാൻസിയുടെ ഏജ് കൊടുത്തിട്ടുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് 1 to 3 ആണ്. പ്ലേ ഏജ് 3 to 6 ആണ്. അതേപോലെ സ്കൂൾ ഏജ് 7 to 11 ആണ്. ദെൻ അഡോളസൻസ് ഏജ് 12 to 18 ആണ്. ഏർലി അഡൾട്ട്ഹുഡ് 19 to 29 ആണ്. ദെൻ മിഡിൽ ഏജ് 30 to 64. ഓൾഡ് ഏജ് 65 ഓൺവേർഡ്സ്. അപ്പോൾ ഇതിൽ ഏതാണ് ഈ അഡോളസന് അല്ലേ, അഡോളസൻ ആപ്ലിക്കബിൾ ഫോർ അഡോളസൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ് അഡോളസന് വരുന്നത്? ഇവിടെ നമുക്ക് കുറേ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതൊക്കെ ഇവിടെ ഉള്ള ഈ റൈറ്റ് സൈഡിലുള്ള കോളാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. എവിടെ പേനയുടെ ഈ റൈറ്റ് സൈഡിലുള്ള കോളത്തിലുള്ള കുറച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അഡോളസൻ ഇതിൽ വരുന്നത് നോക്കിയേ, ഇൻഫാൻസി, ഏർലി ചൈൽഡ്ഹുഡ്, പ്ലേ ഏജ്, സ്കൂൾ ഏജ്, അഡോളസൻ. എന്താണ് അഡോളസനിൽ ഇതിൽ വരുന്നത്? അഡോളസനിൽ വരുന്നത് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഓപ്ഷനിൽ റോൾ കൺഫ്യൂഷൻ എന്നാണ്. അപ്പൊ അഡോളസന്റെ ഇതിൽ ഏതാ വരുന്നത്? ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഓക്കെ, ഓരോ ഏജും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് അഡോളസൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ കറക്റ്റ് ഓപ്ഷൻ ഇതിൽ ഏതാ വരിക? ഓപ്ഷൻ ഡി, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഓക്കെ, ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേജുകളും അതിന്റെ ബേസിക് കോൺഫ്ലിക്റ്റുകളും പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ചോദ്യം വരുന്നത്, എ സ്റ്റുഡൻറ് ഇൻ എ ക്ലാസ് റൂം ഓൾവേസ് മേക്കിംഗ് സൗണ്ട് ഡ്യൂറിംഗ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആൻഡ് ഡിസ്റ്റർബ്സ് ഫെലോ സ്റ്റുഡൻസ്. ആസ് ആൻ ഐഡിയൽ ടീച്ചർ ഹൗ യു വിൽ മാനേജ് ദ സിറ്റുവേഷൻ. ഒരു കുട്ടി ക്ലാസ്സിൽ ഏത് നേരം ഇങ്ങനെ എന്ത് ചെയ്യാം, സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണ്. ആസ് ആൻ ഐഡിയൽ ടീച്ചർ ഹൗ വിൽ യു മാനേജ് ദ സിറ്റുവേഷൻ. ഒരു ടീച്ചർ എന്ന ഐഡിയൽ ടീച്ചർ എന്ന നിലയിൽ ഈ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? സ്കോൾ ദ സ്റ്റുഡൻറ് ആൻഡ് ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ദ ക്ലാസ്, അതോ സ്കോൾ ദ സ്റ്റുഡൻറ് ആൻഡ് ആസ്ക് ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഹിസ് പൊസിഷൻ ഫോർ ദാറ്റ് പീരിയഡ്. ഡിറ്റർമിൻ ദ എക്സാക്ട് റീസൺ ആൻഡ് ഗീവ് ഹിം എ corrective measures. Inform the parents about his activity in a classroom and advise them to give mild punishment. ഇതിൽ ഏതായിരിക്കും വരുന്നത്? നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇതിൽ കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? സി ആണ്. നമ്മൾ ഒരിക്കലും ആ കുട്ടിയെ നല്ലോണം ചൂടായിട്ട് ക്ലാസ്സിന് പുറത്താക്കാനോ അല്ലെങ്കിൽ അവനെ അവിടെ പിടിച്ച് നീപ്പിച്ച് നിർത്താനോ അല്ലെങ്കിൽ പാരൻസിനെ വിളിച്ചാണ്ട് ഇൻഫോം ചെയ്താണ്ട് ക്ലാസ്സിലൊരു കുട്ടി ഡിസ്റ്റർബ് ചെയ്യുന്നതിന് നമ്മൾ പാരൻറ്റിനെ വിളിച്ചാണ്ട് അങ്ങനെ ഇതാക്കും. നമ്മളാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് വരിക? ഡിറ്റർമിൻ ദ എക്സാക്ട് റീസൺ ആൻഡ് ഗീവ് ഹിം എ corrective measures. ഓപ്ഷൻ സി ആണ് വരിക. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഒരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ ടേബിളുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ടേബിൾ ഞാനിവിടെ കാണിച്ചു തരാം. ഇതാണ് ആ ടേബിൾ. ഓക്കെ, ഇതിൽ നമുക്ക് മാച്ച് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് ഗാർട്ട്നർ മർഫി. ഗാർട്ട്നർ മർഫിയുടെ ഇതിൽ ഏതാണ് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ടേം ലേണിംഗ് കവേഴ്സ് എവറി മോഡിഫിക്കേഷൻ ഇൻ ബിഹേവിയർ ടു മീറ്റ് എൻവയോൺമെന്റൽ റിക്വയർമെന്റ്. ഓക്കെ, ഇതിൽ ഓരോ സൈക്കോളജിസ്റ്റിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഗാർട്ട്നറിൻ്റെ വരുന്നത് ദ ടേം ലേണിംഗ് കവേഴ്സ് എവറി മോഡിഫിക്കേഷൻ ഇൻ ബിഹേവിയർ ടു മീറ്റ് എൻവയോൺമെൻറ്റൽ റിക്വയർമെൻറ്റ്സ്. ഇത് കറക്റ്റ് ആയിട്ട് ആരുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്? ഗാർട്ട്നറിൻ്റെ ആയിട്ടാണ് വരുന്നത്. എവിടെ പേന
ഓക്കെ. ദെൻ അപ്പോൾ 1 തന്നെയാണ് വരുന്നത്, എ വരും ഇവിടെ. ദെൻ രണ്ടാമത്തെ ഹെൻറി പി സ്മിത്ത് വരുന്നത്, ഇതിൽ ഏതായിരിക്കും വരുന്നത്? ഓരോന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? രണ്ടാമത്തെ വരുന്നത് ഓപ്ഷൻ ഡിയിലാണ് വരുന്നത്. ലേണിംഗ് ഈസ് ദ അക്വസിഷൻ ഓഫ് ന്യൂ ബിഹേവിയർ ഓർ ദ സ്ട്രെങ്തനിങ് ഓർ വീക്കനിങ് ഓഫ് ഓൾഡ് ബിഹേവിയർ ആസ് ദ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസസ്. അപ്പോൾ 2 വരുന്നത് ഏതാണ്? ഡി ആണ്. ഇനി 3 വരുന്നത് ഏതാണ്? 3 സി തന്നെയാണ് വരുന്നത്. സി വരുന്നത് ഏതാ? ലേണിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ബിഹേവിയർ ഈസ് ഒറിജിനേറ്റഡ് ഓർ ചേഞ്ചസ് ത്രൂ പ്രാക്ടീസ് ഓർ ട്രെയിനിങ്. കിങ്സ്ലി ആൻഡ് ഗാരി. ഇത് സി തന്നെയാണ് വരുന്നത്. 3ക്ക് സി തന്നെയാണ് വരുന്നത്. ഇപ്പോൾ 1 എ വരുന്നതാ, 1 എ ആണ്, 1 എ ആണ്, 1 എ ആണ്. 3 ഓപ്ഷൻ ഉണ്ട്. 2 ഡി വരുന്നത്, 2 ഡി ആണ്, 2 ബി ആണ്, 2 ഇവിടെ തന്നെ നമുക്ക് കിട്ടി ഓപ്ഷൻ ബി ആണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഇനി 4മത്തേന് എന്ത് വരും? 4മത്തേന് ബി വരും. ഓക്കെ, 2മത്തേന് തന്നെ നമുക്ക് ഓപ്ഷൻ കറക്റ്റ് കിട്ടി. 1 എ വരുന്ന 3 ഉണ്ട്, പക്ഷെ 2 ഡി വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അത് ഏതാണ്? നമ്മളുടെ ഓപ്ഷൻ എ ആണ്. കണ്ടോ? അപ്പോൾ 1 എ, 2 ഡി, 3 സി, 4 ബി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, which among the following is not a general characteristics of creative person? ഒരു ക്രിയേറ്റീവ് പേഴ്സന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. possesses high degree of sensitivity towards problems, show flexibility in thinking, feeling and doing behavior, reluctant to transfer learning from the situation to another, possesses good memory and broad knowledge. Which among the following is not a general characteristics of a creative person? ഇതിൽ ഏതാണ് ഒരു ക്രിയേറ്റീവ് പേഴ്സന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാതെ വരുന്നത്? ഏതാണ്? reluctant to transfer learning from one situation to another. Then അടുത്ത question, the predisposition of readiness to respond in a predetermined manner to relevant stimuli is attitude, aptitude, creativity, anxiety. The predisposition or readiness to respond in a predetermined manner to relevant stimuli. ഒരു relevant ആയിട്ടുള്ള സ്റ്റിമുലേക്ക് ഒരു predetermined mannerൽ റെസ്പോണ്ട് ചെയ്യുന്ന റെസ്പോണ്ട് ചെയ്യുന്നതിനുള്ളതിന് ആറ്റിറ്റ്യൂഡ് എന്നാണോ, ആപ്റ്റിറ്റ്യൂഡ് എന്നാണോ, ക്രിയേറ്റിവിറ്റി എന്നാണോ, ആങ്സൈറ്റി എന്നാണോ പറയുന്നത്? ഇതിൽ ഏതാണ് വരുന്നത്? ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ആറ്റിറ്റ്യൂഡ്. ഓപ്ഷൻ എ, ആറ്റിറ്റ്യൂഡ്. Portfolio is the collection of all products formed during the various stages of learning activities. Which of the following cannot be an indicator for portfolio assignment? പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എല്ലാ ഒരു പ്രൊഡക്റ്റിൻ്റെയും വേരിയസ് സ്റ്റേജസ് ഓഫ് ലേണിംഗ് ആക്ടിവിറ്റി, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉള്ള ലേണിംഗ് ആക്ടിവിറ്റീസിൻ്റെ എന്താ പറയുക പ്രൊഡക്റ്റിനെയാണ്, കളക്ഷൻ ഓഫ് പ്രൊഡക്ട്സ്, ആ പ്രൊഡക്റ്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ആൻ ഇൻഡിക്കേറ്റർ ഫോർ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്? പോർട്ട്ഫോളിയോ അസസ്മെൻറ്റിന് ആവശ്യമില്ലാത്തത്, കനോട്ട് ബി ആൻ ഇൻഡിക്കേറ്റർ ഏതാണ് വരിക? ക്ലാരിറ്റി ഓഫ് കൺസെപ്റ്റ് ഇൻ റൈറ്റിംഗ്, creations made through ICT, use of expensive materials in creative works, completion of worksheets. ഇതിൽ ഏതാണ് ഒരു പോർട്ട്ഫോളിയോക്ക് ആവശ്യമില്ലാത്ത ഒരു അസസ്മെൻറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നത്? ഏതാണ് വരിക? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് യൂസ് ഓഫ് എക്സ്പെൻസീവ് മെറ്റീരിയൽസ് ഇൻ ക്രിയേറ്റീവ് വർക്ക്സ്. എക്സ്പെൻസീവ് മെറ്റീരിയൽസ്, ഓക്കെ, എക്സ്പെൻസീവ് യൂസ് ഓഫ് എക്സ്പെൻസീവ് മെറ്റീരിയൽസ് ഇൻ ക്രിയേറ്റീവ് വർക്ക്സ്. Then ഏഴാമത്തെ ചോദ്യം വരുന്നത്, which of the following challenges faced by adolescent is not considered as an eating disorder? താഴെ പറയുന്നതിൽ which of the following challenges, താഴെ പറയുന്ന ചലഞ്ചസുകളിൽ അഡോളസൻസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചുകളാണ്, ഇതിൽ ഏതാണ് ഈറ്റിംഗ് ഡിസോർഡർ ആയിട്ട് കൺസിഡർ ചെയ്യാതെ? which is not considered as an eating disorder, ഈറ്റിംഗ് ഡിസോർഡർ ആയിട്ട് കൺസിഡർ ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നതാണ്? ബുലിമിയ, അനോറെക്സിയ നെർവോസ, ഡെലിക്വൻസി, പിസ. ഡെലിക്വൻസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ? ഡെലിക്വൻസി നമ്മൾ പഠിക്കുന്നതാണ്, എഡ്യൂക്കേഷനുമായിട്ട് കുട്ടികളുടെ ലേണിംഗ് ഡിസബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഡെലിക്വൻസി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? ഈറ്റിംഗ് ഡിസോർഡറുമായിട്ട് വരുന്നതായിരിക്കും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നോട്ട് കൺസിഡർ എന്നാണ്. അപ്പോൾ ഈറ്റിംഗ് ഡിസോർഡർ ആയിട്ട് കൺസിഡർ ചെയ്യാത്തതിൽ ഏതാണ്? ഡെലിക്വൻസി ആണ്. ഓപ്ഷൻ സി, ഡെലിക്വൻസി.
ദെൻ 18ാമത്തെ ചോദ്യം CCE മീൻ CCEയുടെ ഫുൾ ഫോമാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റീവ് ആൻഡ് കളക്റ്റീവ് ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ആൻഡ് ക്ലിയർ ഇവാലുവേഷൻ, കൺസെപ്ച്വൽ ആൻഡ് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. ഇതിലേതാണ് CCE? ഏതാ CCE വരുന്നത്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ് CCE. Okay, option B, continuous and comprehensive evaluation. Then 19ാമത്തെ ചോദ്യം which of the following is not included in professional ethics of for teaching school teachers? ഒരു സ്കൂൾ ടീച്ചറിൻ്റെ പ്രൊഫഷണൽ എത്തിക്സിൽ ഇൻക്ലൂഡ് അല്ലാത്ത, നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പ്രൊഫഷണൽ എത്തിക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ട്രീറ്റ് ഓൾ സ്റ്റുഡൻറ്റ് വിത്ത് ലവ് ആൻഡ് അഫെക്ഷൻ, അത് നമുക്കതിൽ പെടുത്താൻ പറ്റും അല്ലേ. ഫെസിലിറ്റേറ്റ്സ് ഫിസിക്കൽ, സോഷ്യൽ, ഇൻ്റലക്ച്വൽ, ഇമോഷണൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്, അതും നമുക്ക് പെടുത്താൻ പറ്റും. ഇഗ്നോർ മാൽ പ്രാക്ടീസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എക്സാമിനേഷൻ ഹാൾ. Okay, then protects a child from all forms of sexual abuse. ഇതിലേതാണ് വരുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പ്രൊഫഷണൽ എത്തിക്സ്. പ്രൊഫഷണൽ എത്തിക്സ് അല്ലാത്തത് ഏതാണെന്ന് ചോദ്യം. അപ്പോൾ നമുക്കിതിൽ പറയാൻ പറ്റും ഇതിൽ ഏതാണ് പ്രൊഫഷണൽ എത്തിക്സ് അല്ലാത്തത്. ഇഗ്നോർ മാൽ പ്രാക്ടീസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എക്സാമിനേഷൻ ഹാൾ ആണ് അതിൻ്റെ പ്രൊഫഷണൽ എത്തിക്സ് അല്ലാത്തത്. ഓപ്ഷൻ സി. The last question, a type of learning curve is given, it indicates, ഈ ലേണിംഗ് കർവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? റാപ്പിഡ് ഇനീഷ്യൽ ഇംപ്രൂവ്മെന്റ് ഇൻ ലേണിംഗ് ആണോ, സ്ലോ ഇനീഷ്യൽ ഇംപ്രൂവ്മെന്റ് ഇൻ ലേണിംഗ് ആണോ, ലേണർ ഹാസ് പ്രീവിയസ് പ്രാക്ടീസ് ഓൺ സിമിലർ ടാസ്ക് എന്നാണോ, അതോ ദ ടാസ്ക് ഈസ് സിമ്പിൾ എന്നാണോ? ഏതാണ് വരിക? സ്ലോ ഇനീഷ്യൽ ഇംപ്രൂവ്മെന്റ് ഇൻ ലേണിംഗ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പോൾ ഇന്നും നമ്മളൊരു 10 ചോദ്യം ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ മുമ്പും നമ്മളൊരു 10 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നന്നായി പ്രാക്ടീസ് ചെയ്യുക, എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.